جدا وسل الذي أبوابه لا تهجب. മഹാന്മാര് പറയുന്ന മനുഷ്യരോട് ചോദിച്ച് നിങ്ങൾ നാണം കെട്ടുപോകണ്ട. ഒരിക്കലും അടയ്ക്കാത്ത കവാടത്തിന്റെ ഉടമയായ പടച്ചവരോട് ചോദിച്ചോ. മനുഷ്യരോട് ചോദിച്ച് നാണം കെടണ്ട. യതീമക്കളെ കെട്ടിക്കാൻ നിവർത്തിയില്ലാത്തവരെ, ചാവക്കാട് ഭാഗത്ത് നിന്നൊരു പെൺകുട്ടി വാട്സപ്പിലൂടെ ഒരു ഓഡിയോ റെക്കോർഡ് വിട്ടപ്പോ എന്റെ ചങ്ക് പൊട്ടിപ്പോയി. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ആ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് എനിക്കറിയില്ല. ഒരു ചെറുപ്പക്കാരൻ കൊണ്ടുവന്ന് കേൾപ്പിച്ചു, ഉസ്താദേ നിങ്ങളിത് കേൾക്കണമെന്ന് പറയുമ്പോ അത് ഈ ബ്രഹ്മപുളപ്പ് തന്നെ ഞാൻ അഭിമാനത്തോടെ പറയുകയോ. എന്റെ മുമ്പിലിരിക്കുന്നവരെ പൊന്നുമോളെ കെട്ടിച്ച് തൂക്കി നോക്കിയിട്ട് പൊന്നുമോളെ ശരീരത്തിന് കിലോക്കനുസരിച്ച് സ്വർണം കൊടുക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ, ആ പൊന്നുമോള് ആടിയോടെ പറഞ്ഞതെന്താ? എന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു, ഒരു പണവിട പൊന്നുപോലും എന്റെ ശരീരത്തിനിടാനില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മയും ഞാനും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് സ്നേഹമുള്ള, പാവപ്പെട്ടവരോട് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് എന്റെ നമ്പർ, ഞാൻ താമസിക്കുന്നത് ഇന്ന സ്ഥലത്താണ്, ബന്ധപ്പെട്ടിട്ട് എനിക്ക് എന്തെങ്കിലും സ്വർണം തന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യാനും എന്റെ ഉമ്മയും ചെയ്യുമെന്ന് ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു പ്രിയപ്പെട്ട മുസ്ലിം പെൺകുട്ടി തെളിവുകളോട് ആടിയോർക്കോട് പറഞ്ഞു വിടുമ്പോ ലക്ഷിക്കണ്ടേ എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ? തല താഴ്ത്തണ്ടേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ? നമ്മളെന്തിനൊക്കെ വേണ്ടിയാ പണം വലിച്ചെറിയുന്നത്? അല്ലാഹുവേ, 1 ലക്ഷം രൂപ പുല്ലുപോലെ വലിച്ചെറിഞ്ഞ പൊന്നുമോക്കൊരാശ്വാസമാകുമല്ലോ. പക്ഷേ കിട്ടിയില്ല. നിന്റെ പ്രിയപ്പെട്ട മണവറയുടെ അകത്തളത്തിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ ചുണ്ട് ചുമപ്പിക്കാൻ വേണ്ടി മാസമെത്രയാ ചെലവഴിക്കുന്നത്? പിരിയം വിളക്ക് ചെയ്യാൻ വേണ്ടി മാസമെത്രയാ ചെലവഴിക്കുന്നത്? നിന്റെ മനോഹരമായ ഭാര്യയുടെ വിരൽത്തുമ്പിന്റെ നഖമുണ്ടല്ലോ, ആ നഖത്തെ സിംഹത്തിന്റെ നഖം പോലെ ചുമപ്പിക്കാൻ എത്രയാ ചെലവഴിക്കുന്നത്? പാർലമെന്റ് അകത്തളത്ത് പോലെ മലർന്നു കിടന്നുകൊണ്ട് നോട്ടുകെട്ട് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന സമുദായത്തിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ പെൺകുട്ടിയുടെ മെസ്സേജ് നിനക്ക് ശാപമാണ് മോനെ. അല്ലാഹുവിന്റെ റസൂൽ ആ പെൺകുട്ടിയോട് പറയുകയാണ്, മുട്ടിയാ തുറക്കാത്ത വാതിലുകളില്ലെന്ന് പറഞ്ഞ് മനുഷ്യരുടെ മുന്നിൽ പോലും മുട്ടി തളരണ്ട. അല്ലാഹുവിനോട് ചോദിച്ചോ. ആ പടച്ചവൻ ഒരിക്കലും അവന്റെ കവാടത്തിന്റെ വാതിലടക്കൂല. വബുനയ്യ ആദമു ഹിന യുസ്അലു യഅലബു ഇദാ വബുനയ്യ ആദമു ഹിന യുസ്അലു യഅലബു. മനുഷ്യ മക്കളോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് ദേഷ്യം വരുന്നത് അല്ലാഹു യഅലബു ഇൻ തറക സുആലഹു. അല്ലാഹു കോപിക്കുന്നത് ചോദിക്കാതിരിക്കുമ്പോഴാണ്. മനുഷ്യൻ കോപിക്കുന്നത്